നമസ്കാരം. ഇന്ന് ഗണിതം എന്ന ഭാഷയെപ്പറ്റി ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. എന്താണ് ഭാഷ? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന വാക്കുകളും ശബ്ദങ്ങളും സമാനമായ മറ്റുപാധികളുമാണ് ഭാഷ. മാതൃഭാഷയാണ് എല്ലാവരും ആദ്യം പഠിക്കുക. പിന്നീട് വളരുകയും വിദ്യാഭ്യാസം നേടുകയും ചെയ്യുമ്പോൾ മറ്റ് പല ഭാഷകളും നമ്മൾ ഓരോരുത്തരും സ്വായത്തമാക്കുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, സംസ്കൃതം എന്നിങ്ങനെ നമുക്ക് സുപരിചിതങ്ങളായ ഭാഷകൾ പോലെ ഗണിതത്തെയും ഒരു ഭാഷയായി കണക്കാക്കാം. എന്ന് പറയുമ്പോൾ അതിൽ തെല്ലൊരു അതിശയം തോന്നാം. എന്നാൽ ഒരർത്ഥത്തിൽ ഗണിതവും ഒരു ഭാഷ തന്നെയാണ്. വാക്കുകൾക്ക് പകരം സംഖ്യകളും ചിഹ്നങ്ങളും രൂപങ്ങളും ഒക്കെയാണ് ഗണിതമെന്ന ഭാഷയുടെ അടിസ്ഥാനം. സംഖ്യകൾ എന്ന് പറയുമ്പോൾ 10 അക്കങ്ങൾ, ആ അക്കങ്ങളാണ് ഗണിതത്തിൻ്റെ അക്ഷരങ്ങൾ. വ്യക്തമായ രീതിയിൽ ആശയവിനിമയം സാധിക്കത്തക്ക തരത്തിൽ വാക്കുകളെ തമ്മിൽ കോർത്തിണക്കി കൃത്യമായ അർത്ഥമുള്ള വാചകങ്ങളാക്കുന്നതിന് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഈ നിയമങ്ങളെ പൊതുവായി വ്യാകരണമെന്ന് പറയുന്നു. ഗണിതമെന്ന ഭാഷയ്ക്കും അതിൻ്റേതായ ഒരു വ്യാകരണം ഉണ്ട്. ആശയങ്ങൾ വിശദമാക്കുന്നതിന് സംഖ്യകളെയും ചിഹ്നങ്ങളെയും രൂപങ്ങളെയും തമ്മിൽ കോർത്തിണക്കുകയും അവയെ വേർതിരിക്കുകയും ചെയ്യുന്നതിനായി കൃത്യമായ ചില നിയമങ്ങൾ ഗണിതം എന്ന ഭാഷയിൽ പാലിക്കേണ്ടതുണ്ട്. മനുഷ്യന് ബുദ്ധിവികാസം ആരംഭിച്ച കാലം മുതൽക്കേ ഗണിതം അവൻ്റെ നിത്യജീവിതത്തിൻ്റെ അഭിവാജ്യ ഘടകമായിരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗം ഏറെ വികസിച്ച ഇക്കാലത്താവട്ടെ ഗണിതത്തെ ആശ്രയിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. എല്ലാ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനം ഗണിതമാണ്. അതുകൊണ്ട് ഗണിതത്തെ ശാസ്ത്രങ്ങളുടെ രാജാവെന്നും ശാസ്ത്രങ്ങളുടെ മാതാവെന്നും വിശേഷിപ്പിക്കുന്നു. അതേസമയം എല്ലാ ശാസ്ത്രങ്ങളുടെയും ദാസനുമാണ് ഗണിതം. ഭൗതിക മേഖലയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അവയെ നിയന്ത്രിക്കുന്നതിനുമായി പലവിധത്തിലുള്ള പരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞർ നടത്തുന്നുണ്ട്. പ്രപഞ്ചത്തിലെ ഇത്തരം സങ്കീർണമായ പ്രതിഭാസങ്ങളെ സൂക്ഷ്മമായ രീതിയിൽ വിശകലനം ചെയ്ത് അതിൻ്റെ രാസമാറ്റങ്ങൾ, അതിൻ്റെ ഘടനകളൊക്കെ മനസ്സിലാക്കാൻ വ്യക്തമായ ഒരു ശാസ്ത്ര ഭാഷയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഗണിത ഭാഷയുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ